നമസ്കാരം. സ്പീഡ് ന്യൂസ്. തൃശൂരിൽ ശക്തമായ മഴയിൽ പ്രളയസമാനമായ രീതിയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് നഗരത്തെ മണിക്കൂറുകളോളം നിശ്ചലമാക്കി. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. മുണ്ടുപാലം അവന്യൂ റോഡ് അടച്ചു. റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് 4 തീവണ്ടികൾ പിടിച്ചിട്ടു. ഒല്ലൂരിനും പുതുക്കാടിനുമിടയിലാണ് ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. കനത്ത മഴയിൽ മതിലകത്ത് വീട് തകർന്നു വീണു. കഴിവിലങ്ങ തോപ്പിൽ ബാബുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. കുറാഞ്ചേരി പത്താഴക്കുണ്ട് തെങ്ങ് കടപുഴകി റോഡിന് കുറുകെ വീണ ഗതാഗതം തടസ്സപ്പെട്ടു. മേഖലയിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ ഇരിങ്ങാലക്കുട നഗരത്തിൽ വിവിധയിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പൂതംകുളം ജംഗ്ഷന് സമീപം രൂപപ്പെട്ട കനത്ത വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മതിലകം കൂളിമുട്ടത്ത് തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. കിള്ളിക്കുളങ്ങര സദാശിവന്റെ വീടാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. മലപ്പാട് കോതകുളം ബീച്ച് വാഴൂർ ക്ഷേത്രത്തിന് സമീപം ഇടിമിന്നലേറ്റ് യുവതി മരിച്ചു. വേളേക്കാട്ട് സുധീർ ഭാര്യ 42 വയസ്സുള്ള നിമിഷയാണ് മരിച്ചത്. വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ് ഗൃഹനാഥൻ മരിച്ചു. കുറുമാൽ പള്ളിക്ക് സമീപം താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ 50 വയസ്സുള്ള ഗണേശനാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഇടിമിന്നലിൽ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. വീടിന് കേടുപാട് സംഭവിച്ചു. പുല്ലൂറ്റ് പന്തലാലുക്കൽ ക്ഷേത്രത്തിന് സമീപം നാലുമാക്കൽ പ്രേംലാലിന്റെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറഞ്ഞു. സിലിണ്ടറിന് 70 രൂപ 50 പൈസയാണ് കുറഞ്ഞത്. ഇതോടെ 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 1685 രൂപ 50 പൈസയായി. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ടാങ്കർ ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി മുരിങ്ങാത്തേരി ലാസർ മകൻ 52 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. സപ്ലൈകോയിൽ സാധനങ്ങളുടെ വില കുറച്ചു. മുളകിനും എണ്ണയ്ക്കുമാണ് വില കുറച്ചത്. എണ്ണയ്ക്ക് കിലോയ്ക്ക് 9 രൂപയും മുളകിന് അര കിലോയ്ക്ക് 7 രൂപയും കുറച്ചു. അര കിലോ മുളകിന്റെ പുതിയ വില 75 രൂപയായി. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഡ്രൈവേഴ്സ് ഡേ ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് റോഡ് സെന്ററിൽ ഓട്ടോ ലൈറ്റ് ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ് പതാക ഉയർത്തി. സമൂഹത്തിൽ പല രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന ലഹരിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലുമായി വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂൾ അധ്യാപകരുടെ തെരുവ് നാടകം. സ്കൂളിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ യജ്ഞത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി ഇരിങ്ങാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ CV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജകമണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ ET ടൈസൺ MLA നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ജൂൺ 2 നടക്കും. SSLC +2 VHSC പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും LSS USS വിജയികളെയും ചടങ്ങിൽ ആദരിക്കും. നിലങ്കാവിൽ ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം പാവറട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് NJ ലിയോ അധ്യക്ഷനായിരുന്നു. അന്നഗര പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികവും SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിൽ വേനൽമഴ പഠന ക്യാമ്പ് കുട്ടികൾക്ക് ആവേശമായി. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യങ്സ്റ്റേഴ്സ് പുത്തൂരിന്റെ സൗജന്യ വെക്കേഷൻ ഫുട്ബോൾ പരിശീലന ക്യാമ്പിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. എക്സൈസ് ഓഫീസർ സോന അനൂപ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ഒളരി ഡിവിഷനിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 100 വിദ്യാർത്ഥികൾക്ക് പ്രവാസികളുടെ സഹകരണത്തോടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുടുംബശ്രീ CDS രമ്യ ഹരിദാസ് നേതൃത്വം നൽകി. നവീകരിച്ച മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂൾ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകി. അമല ക്യാൻസർ റിസർച്ച് സെന്റർ ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ ക്ലാസ് മുറികളുടെ സമർപ്പണം നിർവഹിച്ചു. ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിന് പുറമെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും റെഡ് അലർട്ട്. മലയോര പ്രദേശങ്ങളിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്.
കനത്ത മഴയിൽ മാടക്കത്ര പുല്ലാനിക്കാട് പ്രദേശം വെള്ളക്കെട്ടിലായി. പുല്ലാനിക്കാട് മുതൽ പൊങ്ങണങ്കാട് വരെയുള്ള റോഡിൽ വെള്ളം കയറി. നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. തൊണ്ണൂർക്കര വില്ലേജിലെ ബൂത്ത് തല കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. തൊണ്ണൂർക്കര AUPS വിദ്യാലയത്തിൽ നടന്ന അനുമോദന സദസ്സ് KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസർ MK സുരേഷിന് നാട്ടുകാർ യാത്രയയപ്പ് നൽകി. വില്ലേജ് ഓഫീസിൽ ചേർന്ന യോഗം ഡിവിഷൻ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുണ്ടുപാലം അവന്യൂ റോഡിൽ വെള്ളക്കെട്ടിൽപ്പെട്ട കാർ യാത്രക്കാരായ 4 പേരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് വരുന്നതിനിടയിലാണ് കാർ യാത്രികൾ വെള്ളക്കെട്ടിൽ അകപ്പെട്ടത്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വിലങ്ങൻകുന്ന്, കലശമല, ഏനാമാവ്, നെഹ്റു പാർക്ക്, ചെപ്പാറ, പൂമല, പീച്ചി ഡാം, വാടാനി ഡാം, തുമ്പൂർമൊഴി, റിവർ ഗാർഡൻ, സ്നേഹതീരം ബീച്ച്, ചാവക്കാട് ബീച്ച് എന്നിവിടങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് ഇന്ന് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂരിൽ തണൽ മരം കടപുഴകി വീണ് തയ്യൽ കടയും കള്ളുഷാപ്പും തകർന്നു. തയ്യൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. മരം വീണതിനെ തുടർന്ന് തയ്യൽ കടയുടെ ഭിത്തി തകർന്നു. കനത്ത മഴയിൽ പെരുമ്പിലാവ് നഗരം വെള്ളത്തിൽ മുങ്ങി. കടകളിലേക്ക് വെള്ളം കയറി. റോഡിൽ വെള്ളം ഒലിച്ചു പോകാൻ ശാസ്ത്രീയമായ രീതിയിൽ കാനകൾ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായതെന്ന് നാട്ടുകാർ. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പിലാവ് പുതിയഞ്ചേരിക്കാവ് ക്ഷേത്രമുറ്റത്തെ വലിയ ആൽമരം കടപുഴകി വീണു. ക്ഷേത്ര മൈതാനത്ത് ആളുകളില്ലാത്തത് മൂലം അപകടം ഒഴിവായി. മാള മേഖലയിലെ കുടിവെള്ള വിതരണം ജല അതോറിറ്റി നിർത്തിവെച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം നിർത്തിവെച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി. പേരാമംഗലത്ത് KSRTC ബസ്സിൽ ജനിച്ച കുട്ടിക്ക് പേരിട്ടു. അമല എന്നാണ് പെൺകുട്ടിക്ക് പേര് നൽകിയത്. 2 ദിവസം മുൻപാണ് ബസ് യാത്രയ്ക്കിടെ മലപ്പുറം സ്വദേശിനിയായ യുവതി ബസ്സിൽ പ്രസവിച്ചത്. മോട്ടോർ തൊഴിലാളികളുടെ അഖിലേന്ത്യാ സംഘടനയായ ARTWF-ന്റെ സ്ഥാപക ദിനാചരണം തൃശൂരിൽ നടന്നു. ശക്തൻ സ്റ്റാൻഡിൽ തൃശൂർ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി PK പുഷ്പാകരൻ പതാക ഉയർത്തി. പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തലൂർ പാടത്ത് ഔഷധ ഗുണമുള്ള നവര രക്തശാലി ഇനങ്ങളിൽപ്പെട്ട വിത്തുപയോഗിച്ച് ചെയ്ത നെൽകൃഷി വിളവെടുത്തു. കൃഷിവകുപ്പിന്റെ ആത്മ പദ്ധതിയുടെ സഹായത്തോടെ കർഷകനായ സോണി ജോസഫാണ് 1.5 ഏക്കർ നിലത്തിൽ കൃഷി ചെയ്തത്. അതിരപ്പള്ളി ആനക്കയത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം. കോതമംഗലം സ്വദേശികളുടെ കാർ കാട്ടാന ആക്രമിച്ചു. എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. ചേലക്കര സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ദേവദാസൻ ആന്റണി തച്ചുപറമ്പിൽ അച്ഛന്റെ 61ാം ശ്രാദ്ധാചരണം ഈ മാസം 10 നടക്കും. ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായുള്ള 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമായി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.